ഇവിടെ ഈ 2 ദിവസമായിട്ട് ഈ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന സാധനമാണ്. ഒരു വാർത്ത, ഡൽഹി സ്ഫോടനത്തിൽ പങ്ക് കണ്ടെത്താനായില്ല. NIA കസ്റ്റഡിയിലെത്ത 3 ഡോക്ടർമാരടക്കം 4 പേരെ വിട്ടയച്ചു. ഈ ഒരു വാർത്ത, ഈ ഒരു പോസ്റ്റർ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഫീഡിൽ കുറേ വരികയാണ്. ഈ ഒരു പോസ്റ്റർ എടുത്തിട്ടിട്ട് അതിൻ്റെ അടിയിൽ കമന്റ്. ആദ്യം തന്നെ കുറേ നമ്മുടെ ഈ ജിഹാദ് മെസ്സാജേഴ്സ് എന്നറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, എണ്ണതേപ്പ്, ഇസ്ലാമോ ലെഫ്റ്റ്, അവരെ ഓവർ വർക്കിംഗ് തുടങ്ങി. അവർ ആദ്യം തന്നെ ഇത് എടുത്തിട്ട് നോക്കിയിട്ട് ആഹാ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോക്ടേഴ്സിനെ നിങ്ങൾ കസ്റ്റഡി ചെയ്തു. അപ്പോൾ ആദ്യം ആലോചിക്കും, നമ്മളിപ്പോൾ അടുത്തിടെ 4 ഡോക്ടേഴ്സിന്റെ പടമൊക്കെ കണ്ടു. അവർ വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവരെ 4 പേരെ NIA കസ്റ്റഡിയിലെടുത്ത 3 ഡോക്ടർമാരടക്കം 4 പേരെ വിട്ടയച്ചു. 3 ഡോക്ടർമാരെ വിട്ടയച്ചു, പിന്നെ ഒരാളെയും വിട്ടയച്ചു. അപ്പോൾ പാവം ഇവരെ പീഡിപ്പിക്കുകയാണ്. ഇവിടെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, പാർശ്വവൽക്കരണം, അന്യവൽക്കരണം, പിന്നെ കള്ളക്കേസിൽ കൊടുക്കൽ, ഇത് സ്ഥിരമുള്ള ഇരവാദത്തിന്റെ ഭീകരത, പ്ലസ് ഭീകരവാദം, വീരവാദം, പിന്നെ മറുവാദം. ഇതിൽ ഈ മറുവാദമായിട്ട് ഇതിനെ വെള്ളതേക്കുകയും ഇതിനെ നിസ്സാരവൽക്കരിക്കുകയും, ഇങ്ങനെയൊന്നുമല്ല, സ്റ്റേറ്റ് ആണ് വില്ലൻ, ബോംബ് ചെയ്തവനാണ് വിക്ടിം, ബോംബർ ഈസ് വിക്ടിം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഭയങ്കര ശക്തമാണ്. ആളുകൾ അതിനായിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് നമ്മളുടെ ഇതില്, എല്ലാ മാധ്യമങ്ങളിലും. ഒരു ഇതേപോലെ ഒരു ഭീകര പ്രകടനം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ചുകൊണ്ട് അതിനെതിരെയുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ല മിക്കവരും നടത്തുന്നത്. ഇത് മറ്റേത് അന്ന് എന്താണ് സംഭവിച്ചത്, ഇന്ന് വാട്ടർ ബോട്ടറീസ്, പിന്നെ മറ്റുള്ളവരെ ആക്ഷേപിക്കുക, മറ്റുള്ളവർക്കെതിരെ കുറ്റം ചാമത്തുക, കസ്റ്റഡിയിൽ എടുത്തവരെല്ലാം നിരപരാധികളാണ്, അവർക്കെതിരെ സ്റ്റേറ്റ് വേട്ട ചെയ്യുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മതവാദം എന്ന് പറയുന്ന, മതത്തിന്റെ മറുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഇരയായും, അതോടെ തന്നെ ഇരവാദം പ്ലസ് ഭീകരവാദം, വീരവാദം പ്ലസ് മറുവാദം. ഈ ഒരു സംഗതിയാണ്. ഇത് കാണുന്നവർ എന്താ ചെയ്യുന്നത്? ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു വാർത്ത നമ്മൾ മലയാളികൾക്ക് അറിയാം, പോസ്റ്റർ മാത്രമേ നോക്കുള്ളൂ. പോസ്റ്റർ തന്നെ മൊത്തം വായിക്കാറില്ല. നമ്മൾ കമന്റ് എഴുതി തുടങ്ങും. നമ്മൾ വിചാരിക്കും, ഇത് മൊത്തം ഒരു വായിക്കാതെ, ലിങ്ക് ഒന്നും തുറക്കാതെ. ചില ആൾക്കാർ പറഞ്ഞ് ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ അത് ഇടുന്ന മാധ്യമത്തിന് പൈസ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ലിങ്ക് തുറക്കത്തില്ല എന്ന് പറയും. അതൊന്നും നല്ല കാര്യം. ഈ വാർത്തയുടെ ലിങ്ക് തുറക്കാത്തതും അല്ലെ അങ്ങനെ ചെയ്യുന്നവരുടെ കമന്റ് ഇടുന്നവരിൽ മഹാഭൂരിപക്ഷവും അവർക്ക് വാർത്ത അറിയാത്തത് കൊണ്ടോ അവർ ഈ വാർത്ത കണ്ടിട്ട് സംശയം തോന്നാത്തതുകൊണ്ടൊന്നല്ല. അവരുടെ ചെയ്യുന്ന തൊഴിൽ ഇതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ത്രെഡ്, അവർക്ക് തൂങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു ബാർ വേണം. അങ്ങനെ ഒരു വാർത്ത ആ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ മാധ്യമങ്ങൾ ഇട്ടുകൊടുക്കും. ആ വാർത്തയിലെ ഇവരെ ഒന്ന് ട്രിഗർ ചെയ്യത്തക്ക രീതിയിലുള്ള വാചക ഘടനയും വെച്ചിട്ട് കൊടുക്കും. എത്ര മ്ലേച്ഛമായ പരിപാടിയാണെന്ന് ആലോചിച്ചത്. പക്ഷെ അവർ പറയുന്നത് അങ്ങനെ ഇട്ടെങ്കിലേ ഞങ്ങൾക്ക് ഇത് വിറ്റുപോകുള്ളൂ, ഞങ്ങളെ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധ നേടാനായിട്ട് ആളുകൾ നെഗറ്റീവ് ആണെങ്കിലും വളരെ അട്രോഷ്യസ് ആണെങ്കിലും ഒരു ശ്രദ്ധ കിട്ടാനായിട്ട് എന്തും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിക്ക് ബെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങൊരു നിസ്സാരവൽക്കരണം, അതൊക്കെ ഒരു എന്താ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നല്ല. അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത്. ഇത് ശരിക്കും ഇൻസൈറ്റ്മെന്റ് ആണ്. ശരിക്കും ഇതൊരു ഇതിന്റെ കീഴിലും കമ്മ്യൂണൽ ഇൻസൈറ്റ്മെന്റ് ആണ്. നമ്മുടെ സ്വാഭാവികമായിട്ട് ഈ ഓൺ ദ ബേസിസ് ഡിവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ മെസ്സാജേഴ്സ്, അവർ വന്ന് പോസ്റ്റ് ഇടാൻ തുടങ്ങി. അവരിലെ പണ്ഡിതന്മാർ പോസ്റ്റ് ഇടുന്നു. അവർ പറയുന്നു, നോക്കൂ, മുസ്ലിങ്ങളെ അന്യവൽക്കരിക്കുന്നു, മുസ്ലിം പാവപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഒരു ഡോക്ടേഴ്സ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് താഴെ കമന്റുകൾ മൊത്തം. എല്ലാ കമന്റുകളും അങ്ങനെയാണ്. സംഗതി എന്താ? ഇതാണ് വാർത്ത. അത് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത, 4 including 3 doctors released after grilling as NIA finds no Delhi blast link. അതായത് 3 ഡോക്ടേഴ്സ്, 4 പേരിൽ 3 പേര് ഡോക്ടേഴ്സ് അടക്കം 4 പേരെ റിലീസ് ചെയ്തു. അവരെ വിളിച്ച് അവരെ ചോദ്യം ചോദിക്കാൻ വിളിച്ചിട്ട് വിട്ടുകൊടുത്തു. അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഒരു മെറിറ്റായിട്ടാണ് കാണേണ്ടത്. പക്ഷെ ഇവരിത് പറയുമ്പോൾ നമ്മളുടെ പൊതുവിൽ കുറെ ദിവസങ്ങളായിട്ട് കുറെ ഡോക്ടേഴ്സിന്റെ പേര് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കരഞ്ഞുന്ന വരെ ട്രോളുകൾ വരെ ഇറങ്ങി. അപ്പൊ അവരെ വിട്ടു എന്നാണ് നമുക്ക് തോന്നുക. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം വാർത്ത വായിക്കണം. മൊത്തം വാർത്ത എന്തായാലും ഒരു വായിക്കില്ല, വായിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആവശ്യം ഇതാണ്. ഇപ്പൊ ഇസ്ലാമോ ലെഫ്റ്റ് പണ്ഡിതന്മാർക്കും ഒക്കെ വേണ്ടുന്ന ആവശ്യം ഇവിടെ ഒരു കമ്മ്യൂണൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അഴിയിലുള്ള കമന്റുകളെല്ലാം ഉണ്ട്. ആക്ച്വലി ഈ നമ്മൾ പടത്തിൽ കണ്ടവരല്ല, പടത്തിൽ കണ്ട ഡോക്ടേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കരുതി അഡീഷണൽ ആയിട്ട് കസ്റ്റഡിയിൽ എടുത്ത ആളുകളിൽ ഡോക്ടേഴ്സ്
അതാണ്. അതിപ്പോ 15 മുതൽ 20 വരെ ഡോക്ടേഴ്സ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചു എന്ന് പറയാം. ഈ ആദ്യം നമ്മൾ കാണുന്ന പടത്തിലുള്ള ആളുകളല്ല. ഇത് വായിച്ചാലേ മനസ്സിലാവും. പക്ഷെ ഇത് നോക്കൂ, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് ഓഹ്! അവരെയാണ് വിട്ടേച്ച് അങ്ങനെ ഒരു പ്രതീതി വളരെ മനഃപൂർവ്വം ചെയ്യുന്നതാണിത്. ഇത് ആ BBC ട്രംപിന്റെ ആ ഒരു പ്രസംഗം ഒട്ടിച്ചു വെച്ച അതേ മാനസിക ഭാവത്തിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണിത്. താഴത്ത് നോക്ക്. ഹരിയാനയിലെ വനിതാ ഡോക്ടർ പ്രിയങ്ക ശർമ്മയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. അതായത് ഇത് നോക്ക്, ഇത് പേരാണ്. ഇത് കമ്മ്യൂണൽ റിപ്പോർട്ടിംഗ് ആണല്ല ഇത്. ഇത് വായിച്ചിട്ട് ഇതിനകത്ത് പ്രിയങ്ക ശർമ്മ. സോ ഷീ ഈസ് നോട്ട് എ മുസ്ലിം. ഓക്കെ റൈറ്റ്. ഒരു മുസ്ലിം നെയിം അല്ല. അപ്പൊ അവരും ഇതിനകത്തുണ്ട്. ഇനിയിപ്പോ ഒരേ ലിസ്റ്റിനകത്ത് വരും. ഇതിനകത്ത് അവിടെ ബോംബ് വെച്ചത് ഇവരാണ്, ഇവർക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. ഇതിങ്ങനെ റോൾ ചെയ്ത് പോകും. ഇത് ശരിക്കും ഒന്ന് ഇതിനെ വൻതോതിൽ മതം അത് ചെയ്യുന്നുണ്ട്. കോട്ടെ അവർ ദേ ആർ ഷെയിംലെസ് അബൌട്ട് വാട്ട് ദേ ഡു ആൻഡ് വി ഡോണ്ട് എക്സ്പെക്ട് ദം ടു അത്തരം ചാനലുകളോ അത്തരം വാർത്ത അവരൊന്നും സത്യം പറയുമെന്നൊന്നും അവരും അവർ സത്യം പറയുന്നു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്ന് അവരും കരുതുന്നില്ല. അപ്പൊ പിന്നെ അത് നിർഭാഗ്യപരമായ ഒരു അവസ്ഥ എന്നേ പറയാൻ കഴിയുള്ളൂ. നോബഡി എക്സ്പെക്ട് ദം ടു ബി ട്രൂ ഓർ ഓണസ്റ്റ് ഓർ ഫാക്ട്. മതം തന്നെ നുണയാണ്. അപ്പൊ പിന്നെ ജീവികൾ സത്യം പറയണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ സോ കോൾഡ് ഇസ്ലാമോ ലെഫ്റ്റ് ദേ ആർ ഡൂയിങ് ഭയങ്കര ഇറപ്പറബിൾ ഡാമേജ്. ഒന്നിൽ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, ഭാഷ പറഞ്ഞ്, നിറം പറഞ്ഞ് ആളുകളുടെ കുത്തിത്തിരിപ്പും തർക്കവും കാലുഷ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ എന്താ പറയാ, എന്നിട്ട് തന്നെ അവർ തന്നെ ചോദിക്കും, നിങ്ങൾ മനുഷ്യരാണോ? നിങ്ങൾക്ക് മനുഷ്യരാവാൻ താല്പര്യമുണ്ടോ? ഞാൻ ഭയങ്കര മനുഷ്യനാണ്. ഇപ്പൊ ഈ സാധാരണ ഇതിൽ ഈ ക്രിക്കറ്റ് ഒക്കെ നടക്കുമ്പോൾ, ക്രിക്കറ്റ് ആണ് ഒരു ഉദാഹരണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഞാൻ ഇന്നും ഒന്ന് ആവർത്തിക്കുകയാണ്. ഈ മുഹമ്മദ് സിറാജ്, ഏതോ ഒരാളിങ്ങനെ പറഞ്ഞു മുഹമ്മദ് ഷാമി എന്ന് തന്നെ പറയണം. എന്തോന്നിത്? ഈ ക്രിക്കറ്റ് കളി ആസ്വദിക്കുന്ന ആളുകൾ, ഇപ്പൊ വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആണെങ്കിലും മോശം പെർഫോമൻസ് ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് അവർ പ്രതികരിക്കും. അത് ആ പ്രതികരിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. അതിൽ കുറെ പേര് പറയുമ്പം അവർ ഈ മോശമായിട്ട് ജാതിയോ മതമോ ഒക്കെ പറയും. അതിങ്ങനെ നുള്ളി എടുത്തെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊരു പോസ്റ്റായിട്ട് ഇട്ട് അതിന്റെ കീഴിൽ കണ്ടോ, ഇവൻ ഈ ജാതിക്കാരനായതുകൊണ്ടാണ്, ഈ മതക്കാരനായതുകൊണ്ടാണ് ഇവനെതിരെ എന്ന് പറഞ്ഞ് അങ്ങ് ഘോരം അടിച്ച് കയറ്റുന്ന രീതിയിൽ ചെയ്യാം. ഷാമി ആയിരുന്നു കുറെ നാള് ഇവരുടെ ഒരു വേട്ടമൃഗം. ഷാമിക്ക് എന്താണ് കുഴപ്പം? ഷാമിയെ പോസ്റ്റ് ഇടുന്നു. ഒരു ഷാമി വിക്കറ്റൊക്കെ എടുക്കും. ഇത് കേട്ടാത്തൊന്നും ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ കമ്മ്യൂണലായിട്ട് ഈ സ്പോർട്സ് പ്രേമികളെല്ലാം അവരെല്ലാം അങ്ങ് ഡീമനൈസ് ചെയ്തുകൊണ്ട് ഇവന്മാര് മാത്രം കുറെ വിശുദ്ധ ജീവികൾ, ഇവർക്ക് ഒരു കമ്മ്യൂണലും ഇല്ല, അവർ മറ്റു മതങ്ങളെയും മറ്റു ജാതികളെയൊക്കെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്നവരാണ് എന്നൊക്കെയുള്ള ഒരു, സത്യത്തിൽ ഏറ്റവും ഞാൻ കണ്ടുള്ള ഏറ്റവും എന്താണ് ഒരു വാക്ക് തന്നെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത്. അത്രയ്ക്ക് മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ്, ഈ KT ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാധനം, ഈ KT നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കയറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ടോ? നിങ്ങൾ സ്വയം വിശുദ്ധവൽക്കരിക്കുന്നു, സ്വയം വലിയ സംഭവമാണെന്ന് പറയുന്നു. ഷമിയുടെയും സിറാജിന്റെ ഒക്കെ രക്ഷകരാണ്, ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല. ഇത് എവിടുന്ന സ്വാഭാവികമായിട്ട് ഇപ്പം ഗാന്ധിജിയെ വെടിവെച്ചു, പ്രതീകാത്മകമായി വെടിവെച്ചു നൽകുന്ന ആളുകൾ വരെ ഉണ്ട്, അങ്ങനെ ഗ്രൂപ്പുകൾ വരെ ഉണ്ട്. അതെടുത്തു വെച്ചുകൊണ്ട് അതാണ് എല്ലാവരും ഇങ്ങനെയാണ്, ഇതിനെതിരെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്. ഒരു കമന്റ് ഒക്കെ എവിടെ നിന്ന് കിട്ടി ആ കമന്റ് വെച്ചായിരിക്കും ചെയ്യുന്നത്. ആ കമന്റ് ചിലപ്പോൾ എഴുതുന്ന മിക്കവാറും അവർ തന്നെ ആയിരിക്കും. അതാണ് അതിനേക്കാൾ രസം. എന്നിട്ട് അവർ ഇത് സത്യത്തിൽ ഈ ലിറ്ററേച്ചർ ഭയങ്കര ദോഷമാണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിയായ വഴിയല്ല. ഒന്ന്. രണ്ട്, ഈ ഇൻസൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇസ്ലാമോ ലെഫ്റ്റ് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. അവർ രക്ഷിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ആക്ച്വലി കമ്മ്യൂണലൈസ് ചെയ്യണം എല്ലാ ഇഷ്യൂ. അത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും സ്ഫോടനമായാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഗതി ഈ ലോകമെമ്പാടും ഏറെയും കുറഞ്ഞ് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ BBC-യുടെ ഈ ഡോക്ടറേറ്റ് സംഗതിയും ഹമാസിനെ മഹത്വവൽക്കരിക്കലും ഇസ്രായേലിനെതിരെയുള്ള ക്യാമ്പയിനിന് ഒളിഞ്ഞും തെളിഞ്ഞും അവർ കൊടുക്കുന്ന സപ്പോർട്ടും ഒക്കെ സൂചിപ്പിക്കുന്നത്. അവർ ലെഫ്റ്റ് ലീനിങ് ആണെന്ന് പറയുന്നത്. ലെഫ്റ്റ് ലീനിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർ കൂടുതൽ ഈ ജിഹാദി ഈ ടെററിസത്തെ വെള്ളയടിക്കുന്നതിൽ
അവർ വ്യാപൃതരാകുന്നു. ടെറർ ടണലുകളെ അവർ വസ്തുവകളെയും ആളുകളെയും കടത്താനായിട്ടുള്ള മാർഗമായിട്ട് എഴുതുന്നു. ഹമാസിന്റെ ബുച്ചറിങ്ങിനെ അല്ലെങ്കിൽ അവരുടെ റേപ്പുകളെയൊക്കെ ഇവർ വിളിക്കുന്നത് മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്. ഇതേപോലുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ മറുവശം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന് മുന്നോട്ട് പോസ്റ്റ് ഇതിൻ്റെ കീഴിലൊക്കെ എത്രയോ കമൻറ്റുകളാണെന്നറിയാം. ഈ ഇസ്ലാമോ ലെഫ്റ്റ് മെസ്സാജേഴ്സ് ഇടുന്ന പോസ്റ്റുകളുടെ കീഴിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പിടിച്ച പ്രതികളെല്ലാം ഇന്നസെൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് കമൻറ്റ്. ഈ പോസ്റ്റ് ഇടുന്നവൻ ആസ്വദിക്കുകയാണ്, ആഹാ ഞാൻ എൻ്റെ കുത്തിത്തിരിപ്പ് നടത്തി, അത്രേ ഉള്ളൂ. കഷ്ടം തന്നെ.